നമസ്കാരം വെൽക്കം ബാക്ക് ടു മെട്രോ മലയാളം റിവ്യൂ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാം Press the bell icon on the YouTube app and never miss another update. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ലൂസിഫർ. പി.കെ. രാമദാസ് എന്ന വൻമരം വീണു പകരം ആര്? അതാണ് ചോദ്യം. സ്റ്റീഫൻ നെടുമ്പള്ളി. ലൂസിഫറിന്റെ അനൗൺസ്മെന്റ് വന്നത് മുതൽ പ്രേക്ഷകർ കാത്തിരിപ്പിലായിരുന്നു. ആ കാത്തിരിപ്പിനും പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് ലൂസിഫർ എന്ന ഈ സിനിമ. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ സിനിമയിൽ വില്ലനായി എത്തുന്നത് വിവേക് ഒബ്രോയിയാണ്. മാസും ക്ലാസും കൂടിച്ചേർന്നുള്ള മോഹൻലാലിന്റെ പ്രകടനം തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന രീതിയിലാണ് പൃഥ്വിരാജ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. മുരളി ഗോപിയുടെ തിരക്കഥ മുൻകാല ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് മാസ് സംഭാഷണങ്ങൾക്ക് ഗംഭീര കയ്യടിയാണ് തിയേറ്ററുകളിൽ ലഭിക്കുന്നത്. PKR എന്ന മുഖ്യമന്ത്രിയുടെ മരണത്തോടെ സിനിമ ആരംഭിക്കുന്നു. ആരായിരിക്കും അടുത്ത അവകാശി എന്ന ചോദ്യത്തിൽ നിന്ന് മറ്റു കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു. മകളായി അഭിനയിക്കുന്നത് മഞ്ജു വാര്യർ, മകനായി എത്തുന്നത് ടൊവിനോ തോമസ്, മരുമകൻ വിവേക് ഒബ്രോയ്, തുടർന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയെയും പരിചയപ്പെടുത്തുന്നു. പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലറാണ്. രാഷ്ട്രീയം കൂടാതെ അധോലോകം, ഡ്രഗ് മാഫിയ എന്നീ വിഷയങ്ങളും ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ സംവിധാന മികവ് എടുത്തു പറയേണ്ടതാണ്. പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്. ഓരോ സീനുകളെയും പശ്ചാത്തല സംഗീതം കൊണ്ട് വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ തോന്നിയ കുറച്ച് നെഗറ്റീവ് പോയിന്റ്സുകൾ ഇതൊക്കെയാണ്. ചില സീനുകളിലെ ഫ്രെയിമുകൾക്ക് ക്ലാരിറ്റി ഒട്ടും സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. ഈ സിനിമയിൽ ഇത്ര താരനിരയുടെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മോഹൻലാലിൻ്റെ ഫസ്റ്റ് സീനിലെ മാസ് ഡയലോഗ് വേറൊരു ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ആ ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചില്ലെന്ന് പറയാം. സുജിത് വാസുദേവാണ് ഈ സിനിമയുടെ DOP. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ ഫാൻസിന് വേണ്ടിയുള്ള ഒരു മാസ് എൻ്റർടൈനർ തന്നെയാണ്. മെട്രോ മലയാളം റിവ്യൂ ഈ സിനിമയ്ക്ക് റേറ്റിംഗ് നൽകുന്നത് 5-ൽ 3.5 സ്റ്റാർസ് ആണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ.